ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് എങ്ങനെ ടാലിയിൽ നമുക്കൊരു പാസ്വേഡ് കൊടുക്കാമെന്നാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ടാലി കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ പാസ്വേഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ എങ്ങനെ പാസ്വേഡ് കൊടുക്കാമെന്നാണ്. അത് കഴിഞ്ഞ് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ടാലി ERP9 നമുക്ക് സെലക്ട് ചെയ്യാം. ഗേറ്റ്വേ ഓഫ് ടാലി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കമ്പനി ഇൻഫോ സെലക്ട് ചെയ്യുക. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കമ്പനി ഇൻഫോസിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. ഏത് കമ്പനിക്കാണോ പാസ്വേഡ് കൊടുക്കേണ്ടത് ആ കമ്പനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സെലക്ട് കമ്പനിയിൽ പോയി കമ്പനി ഇൻഫോ എടുത്തിട്ട് സെലക്ട് കമ്പനിയിൽ പോയി ആ കമ്പനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കമ്പനി ഇൻഫോയിൽ തന്നെ ചേഞ്ച് ടാലി വോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. എസ് ഓർ നോ കാണാം. എസ് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്തായി കഴിഞ്ഞു, ഒരു പാസ്വേഡ് ഇൻഫോസിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞു, ഇവിടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുള്ള പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യാം, ചേഞ്ച് ടാലി വോൾട്ട് യൂസ് ചെയ്ത് ഇതേ സെയിം സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഓപ്ഷനിൽ നമ്മൾ പഴയ പാസ്വേഡും കൂടി എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ സെയിം പ്രൊസീജിയർ തന്നെ അതിന് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി എന്താ നോക്കാം. ഈ കമ്പനി ഇൻഫോയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് പക്ഷെ എനേബിൾ ആയിട്ടില്ല. അത് എനേബിൾ ആവണം. ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പേരിന് താഴെ നമുക്ക് ഒന്നിലധികം കമ്പനികൾ ഓപ്പൺ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുക, ഇൻഫോസിറ്റി ഹൊറിസോൺ, ഇൻഫോസിറ്റി IT സൊല്യൂഷൻ, അങ്ങനെ 3-4 കമ്പനി ഒരു ഇതിന്റെ പേരിലാണ് വരുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരാൾക്ക് ഒന്നിക്കൂടുതൽ സ്ഥാപനങ്ങൾ, ഫർണിച്ചറിന്റെ സ്ഥാപനങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറയാനുണ്ടെന്ന് വിചാരിച്ചു. ആ 5 സ്ഥാപനങ്ങളും കൂടി ഒരു പേരിന്റെ കീഴിൽ വരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ കമ്പനികൾ സെലക്ട് ചെയ്യുക. ഒരു 3-4 കമ്പനികൾ ഒരു പേരിന് താഴെ വരണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പനി ഇൻഫോയിലുള്ള സെലക്ട് കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏതൊക്കെ കമ്പനിയാണോ വേണ്ടുള്ളത് ആ കമ്പനീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എനിക്കിവിടെ 3-4 കമ്പനികൾ ഒരു ഓപ്ഷന്റെ കീഴിൽ വേണം. അങ്ങനെ ഞാൻ 3 കമ്പനി സെലക്ട് ചെയ്തു. ഈ 3 കമ്പനി കൂടി എനിക്ക് എന്ത് ചെയ്യണം, ഒരു പേരിന്റെ താഴെ എനിക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് 3 കമ്പനി ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി നമുക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ 3 കമ്പനിയെ കൂടി ഒരു പേരിൽ നമുക്ക് ഒരു ലിസ്റ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പായി നമ്മൾ വേർതിരിക്കാൻ പോവുകയാണ്. നമുക്ക് മറ്റൊരു പേര് ഇവിടെ കൊടുക്കാം. എന്നിട്ട് മെയിലിംഗ് നെയിം കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ഏതൊക്കെ മെമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടുള്ളത്, ഹൊറിസോണും ഉണ്ട്, ഇൻഫോസിറ്റി. ഈ 2 മെമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഈ ഡിമോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കീഴിൽ ഈ 2 കമ്പനി കൂടി ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഉൾപ്പെടുത്തി കൊടുത്തു. എൻ്റർ അടിച്ചു. എസ് ഓർ നോ കാണാൻ സാധിക്കും. ഞാൻ എസ് കൊടുത്തു. അപ്പം ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി എന്തായി കഴിഞ്ഞു, ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിമോസ് എന്ന് പറയുന്ന കമ്പനിയുടെ താഴെ ഈ 2 കമ്പനി കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി എന്ത് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പനിയിൽ വാറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ F11 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. F11 ക്ലിക്ക് ചെയ്യുക. F11 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മൂന്നാമതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്ത് വരുമ്പോൾ മൂന്നാമതൊരു ഓപ്ഷൻ കാണാം, എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് സെറ്റ് ഓർ ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇവിടെ എസ് ആക്കി കൊടുക്കുക. അത് രണ്ടും എസ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ് നമ്മളൊന്ന് കൊടുക്കണം. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, കേരള. അതൊന്ന് നമ്മൾ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് ഡീലർ റെഗുലർ ആണോ അങ്ങനെ സെലക്ട് ചെയ്യുക. നമ്മുടെ വാറ്റിന്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, റെഗുലർ വാറ്റ് ആപ്ലിക്കബിൾ ഫ്രം ഏത് മാസം തൊട്ടാന്നുള്ളത്, ഏത് ദിവസം തൊട്ടാന്നുള്ളത് നമ്മളത് കൊടുക്കുക. കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എൻട്രി ചെയ്യുക. എന്നിട്ട് താഴോട്ട് നമ്മൾ എൻട്രി ചെയ്ത് വരുമ്പോൾ നമ്മുടെ വാറ്റ് ടിന്ന്, വാറ്റ് ഇൻ റെഗുലർ, സെയിൽ ടാക്സ് നമ്പർ, നമ്മുടെ പാൻ അല്ലെങ്കിൽ ഇൻകം ടാക്സ് നമ്പർ എല്ലാം കൊടുക്കുക. എല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ വാറ്റ് എനേബിൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.